Good morning. Welcome back to history class. Today we discuss about women right about women. From early 20th century, the Begums of Bhopal founded a primary school for girls in Aligarh. Begum Rokia Shakhawat Hossain started schools for Muslim girls in Calcutta and Patna. By 1818, the Indian women started entering university. സ്ത്രീകളുടെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എഡ്യൂക്കേഷന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. 20th സെഞ്ച്വറിയിൽ ബീഗം ഓഫ് ഭോപ്പാൽ ഫൗണ്ടഡ് പ്രൈമറി സ്കൂൾ ഫോർ ഗേൾസ് ഇൻ അലിഗാർ. അലിഗാറിൽ ഒരു പ്രൈമറി സ്കൂള് സ്ഥാപിച്ചു കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ബീഗം റോക്കിയ ഷൊഹാവത്ത് ഹുസൈൻ സ്റ്റാർട്ടഡ് സ്കൂൾ ഫോർ മുസ്ലിം ഗേൾസ്. റോക്കിയ സഖാവത്ത് മുസ്ലിം ഗേൾസിന് വേണ്ടി കൽക്കട്ടയിലും പാറ്റ്നയിലും സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. 1880 ഇന്ത്യൻ വുമൺ സ്റ്റാർട്ടഡ് എൻറ്ററിങ് യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റിയിൽ 1880 ആയപ്പോഴേക്കും സ്ത്രീകൾക്ക് പ്രവേശനവും ലഭിച്ചു. Tarabai Shinde, a home-educated woman, wrote the book of Sri Purusha Tulana. Tarabai Shinde, home-educated woman ആണ്. അവരൊരു ബുക്ക് എഴുതിയിരുന്നു, ശ്രീ പുരുഷ തുലന. ഇൻ ദിസ് ബുക്ക് ഷീ ക്രിട്ടിസൈസ് ദ സോഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. ഈ ബുക്കിൽ അവർ ക്രിട്ടിസൈസ് ചെയ്തിരുന്നത് സോഷ്യൽ ഡിഫറൻസ്, പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് പുരുഷന്മാർക്ക് കൂടുതൽ ആധിപത്യവും സ്ത്രീകൾക്ക് ഒട്ടും സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചാണ് അവരവരുടെ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. Next we study about a great scholar of Sanskrit, Pandit Ramabhai. Wrote the book on the miserable lives of the upper caste Hindu woman. അത് പണ്ഡിറ്റ് രമാഭായി ഒരു ബുക്ക് എഴുതി, മിസറബിൾ ലൈഫ്സ് ഓഫ് അപ്പർ കാസ്റ്റ് ഹിന്ദു വുമൺ. ഹിന്ദു സ്ത്രീകളിൽ അപ്പർ കാസ്റ്റ്പ്പെട്ടവരുടെ മിസറബിൾ, വളരെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചാണ് അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. She also founded a home for the widows who were treated badly by the husband's relatives. അതുപോലെ തന്നെ ഷി ആൾസോ ഫൗണ്ടഡ് എ ഹോം ഫോർ വിഡോസ്. വിധവകൾക്ക് വേണ്ടി ഒരു ഹോമും ഫൗണ്ട് ചെയ്തു. അതായത് വിധവകളാകുമ്പോൾ അവരവരുടെ ഹസ്ബൻഡും അവരുടെ ഹസ്ബൻഡ്സിൻ്റെ റിലേറ്റീവിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വളരെ മോശമായ ട്രീറ്റിൽ നിന്ന് അവരെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടൊരു ഹോം പണി കഴിപ്പിച്ചത്. Next we study about caste and social reform. Some of the social reformers we have been discussing also criticize the caste inequalities. Ramohan Roy translated an old Buddhist text that was the critical of caste. Pratna Samaj adhered to the tradition of bhakti and believed the spiritual equality of all caste. ഇനി കാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാസ്റ്റിലുണ്ടായിരുന്ന അനാചാരങ്ങളെക്കുറിച്ചും ഇനിക്വാളിറ്റിയെക്കുറിച്ചും, അതായത് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. റാംമോഹൻ റായിയെ പോലുള്ളവരൊക്കെ അതിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനാ സമാജം ഇതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അവർ ഒരു ഭക്തി മൂവ്മെൻ്റാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. ഭക്തി ബിലീവ്ഡ് ദാറ്റ് ഇൻ സ്പിരിച്വൽ ഇക്വാളിറ്റി ഫോർ ഓൾ കാസ്റ്റേഴ്സ്. ഭക്തി ബിലീവ് ചെയ്യുന്നത് എല്ലാവർക്കും ഇക്വാളിറ്റി കൊടുക്കുക, എല്ലാ കാസ്റ്റിനും തുല്യ അവകാശങ്ങളും സമത്വങ്ങളും ഉണ്ടാകുക എന്നുള്ളതാണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. Bombay, the Paramans Mandali was founded in 1840 to work for the abolition of caste. Paramans Mandali was founded in Bombay in 1840 to work for the abolition of caste. കാസ്റ്റിൻ്റെ അബോളിഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു പരമൻസ് മണ്ഡലി. Of these reformers and members of Reform Association were people of upper caste. Often in secret meetings, these reformers could violate caste taboos on food and touch in an effort to get rid of the hold of caste prejudice in their lives. Most of the reformers and members of റീഫോം അസോസിയേഷനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫോമേഴ്സ് എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റിൽപ്പെട്ട ആളുകളായിരുന്നു. ഓഫൺ ഇൻ സീക്രട്ട് മീറ്റിംഗ്സ്, അവർ സീക്രട്ടായിട്ട് മീറ്റിംഗ്സ് ഒക്കെ നടത്തുകയും ദിസ് റിഫോമേഴ്സ് കുഡ് വയലേറ്റ് ദ കാസ്റ്റ് ടാബൂസ്. ഈ റിഫോമേഴ്സ്
കാസ്റ്റ് ടാബോസ്, അതായത് കാസ്റ്റിലുള്ള അനാചാരങ്ങളെല്ലാം വയലേറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഫുഡിലും ടച്ചിലുമൊക്കെ അത് പരസ്പരം തൊടാൻ പാടില്ല, അവർ കഴിക്കുന്ന ഫുഡ് എടുക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരായിട്ട് ഇതെല്ലാം അവർ വയലേറ്റ് ചെയ്തു. അതായത് അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ തന്നെയാണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് വന്നത്, സോഷ്യൽ റിഫോമേഴ്സ്. ഈ സോഷ്യൽ റിഫോമേഴ്സ് താഴ്ന്ന ജാതിക്കാരുമായിട്ട് ഈ ലോവർ കാസ്റ്റുമായിട്ട് ഇടപഴകുകയും ഇങ്ങനെയുള്ള അനാചാരങ്ങളെ അവർ ഇല്ലാതാക്കുകയും ചെയ്തു. The poor from the villages and small towns, many of them from low caste, began moving to the cities where there was a new demand for labor. Some also went to work in plantation in Assam, Mauritius, Trinidad and Indonesia. Working new location was often very hard, but the poor people from low castes saw this is an opportunity to get away from the oppressive hold upper caste landowners exercised over their lives and the daily humiliation they suffered. അപ്പോൾ ഈ ലോവർ കാസ്റ്റും അപ്പർ കാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനുള്ള സെൻറ്റൻസാണ് ടീച്ചർ ഇപ്പം പറഞ്ഞത്. അതായത് ലോവർ കാസ്റ്റുകാരെ അപ്പർ കാസ്റ്റ് ജോലി ചെയ്യുന്ന ആളുകളെ അവർ ഭയങ്കരമായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യുമായിരുന്നു, മോശമായിട്ടായിരുന്നു അവരോട് പെരുമാറിയിരുന്നത്. അപ്പർ കാസ്റ്റിൻ്റെ കീഴിലാണ് ലോവർ കാസ്റ്റ് ജോലികൾ ചെയ്തിരുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവരെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് ലോവർ കാസ്റ്റിലുള്ള ആളുകൾ അവർ ഈ ഇവിടുന്ന് സിറ്റി അവരുടെ സ്ഥലത്ത് നിന്ന് സിറ്റിയിലേക്ക് മൂവ് ചെയ്തു, പുതിയ ജോലികൾ അന്വേഷിച്ച് അവർ പോയി. അവിടെ ചെന്നിട്ടും അവർക്ക് പുതിയ ജോലികൾ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നെങ്കിലും ഈ അപ്പർ കാസ്റ്റിൻ്റെ പീഡനങ്ങളിൽ നിന്നൊരു മോചനമായിട്ടാണ് ലോവർ കാസ്റ്റ് ഇതിനെ കണ്ടത്. നെക്സ്റ്റ് വി സ്റ്റഡി അബൌട്ട് ദ ഡിമാൻഡ് ഫോർ ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇക്വാളിറ്റിയും ജസ്റ്റിസിനും വേണ്ടിയുള്ള ഡിമാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. By the second half of the 19th century, people from lower caste started organizing movements to oppose the caste discrimination. സമൂഹത്തിൽ ഏറ്റവും വലിയൊരു അനാചാരമായിരുന്നു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്, ലോവർ കാസ്റ്റും അപ്പർ കാസ്റ്റും തമ്മിലുള്ള സ്ട്രഗിൾ. അതായത് അപ്പർ കാസ്റ്റ് സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നവരായിരുന്നു, ലോവർ കാസ്റ്റിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ അവർ സംഘടിക്കാൻ തുടങ്ങി. അതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് ദ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി അവർ സംഘടിക്കാൻ തുടങ്ങി. ഒപ്പോസ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ അവർ നല്ലോണം ഒപ്പോസ് ചെയ്തു. അതിന് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ലോവർ കാസ്റ്റിൽപ്പെട്ട് തന്നെ കുറേ റീഫോമേഴ്സ് ഹെൽപ്പിനും ഉണ്ടായിരുന്നു. സത്നാമി മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ദ ലീഡർ നെയ്മഡ് ഗാസിദാസ് ഹൂ ആൾസോ കെയിം ഫ്രം ദ ലോവർ കാസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇവരൊരു ഓർഗനൈസിങ് ചെയ്തു, പല പല മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കി. അതിൽ ഒരു മൂവ്മെൻറ്റാണ് സത്നാമി മൂവ്മെൻറ്റ്. വാസ് ഫൗണ്ടഡ് ദ ലീഡർ നെയ്മഡ് ഗാസിദാസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഹു ആൾസോ കെയിം ഫ്രം ലോവർ കാസ്റ്റ്. അദ്ദേഹം ലോവർ കാസ്റ്റിൽപ്പെട്ട ഒരാളും കൂടി ആയിരുന്നു. സത്നാമി മൂവ്മെൻറ്റ് worked among the leather workers and organized this movement to improve their social status. It is worked among the leather workers. The leather workersൻ്റെ ഇടയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ഓർഗനൈസ്ഡ് ദിസ് മൂവ്മെൻറ്റ്സ് ടു ഇംപ്രൂവ് ദ സോഷ്യൽ സ്റ്റാറ്റസ്. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങളവിടെ പഠിക്കേണ്ടത് സത്നാമി മൂവ്മെൻറ്റ് ആരാണ് ഓർഗനൈസ് ചെയ്തത്, ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. In Eastern Bengal, Haridas Thakur Matwa sect worked among the low caste Chandala cultivated. ഇനി ഈസ്റ്റേൺ ബംഗാളിലാണെങ്കിൽ ഹരിദാസ് താക്കൂർ എന്ന് പറയുന്ന വ്യക്തി വർക്ക്ഡ് എമംഗ് ലോ കാസ്റ്റിന് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തു. ചണ്ടാല കൾട്ടിവേറ്റ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ വിഭാഗത്തിലെ താഴ്ന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പല പല മൂവ്മെൻറ്റുകളുണ്ടായിരുന്നു. അതിലൊന്നാണ് സത്നാമി മൂവ്മെൻറ്റ്. മറ്റൊന്ന് ഹരിദാസ് താക്കൂർ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. ചണ്ടാല കൾട്ടിവേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. Next we study about one of the famous social reformer of Kerala, Sri Narayana Guru. A guru from among low caste Ezhavas, Sri Narayana Guru proclaimed the ideals of unity for his people. He advocated
equality of all within a single sect or caste. He inspired all of them to have faith in one Guru alone, that is he himself. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഒന്നുകൂടി നമുക്ക് പറയാം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇക്വാളിറ്റി ഓഫ് കാസ്റ്റ്, സമത്വം, കാസ്റ്റിലുള്ള സമത്വമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഐഡിയ. Next we study about one of the most famous reformers, that known as Jyotirao Phule. Jyotirao Phule was born in 1827. 1827 ജനിച്ചത്. He studied in schools set up by Christian missionaries. ക്രിസ്ത്യൻ മിഷണറീസ് സെറ്റപ്പ് ചെയ്ത സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. ഓൺ ഗ്രോയിങ് അപ്പ് ഹി ഡെവലപ്ഡ് ഹിസ് ഐഡിയാസ്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ വളരെയധികം ഡെവലപ്പ് ചെയ്തിരുന്നു. ആൻഡ് ഹി ഐഡിയാസ് അബൌട്ട് ദ ഇൻജസ്റ്റിസ് ഓഫ് കാസ്റ്റ് സൊസൈറ്റി. സമൂഹത്തിലുള്ള കാസ്റ്റിലുള്ള ഇനിക്വാളിറ്റീസിനെയൊക്കെ അദ്ദേഹം വിമർശിച്ചിരുന്നു. ഹി സെറ്റ് ഔട്ട് ടു അറ്റാക്ക് ദ ബ്രാഹ്മിൻസ്. അദ്ദേഹം ബ്രാഹ്മിൻസിൻ്റെ ശത്രുവായിരുന്നു എന്നുകൂടി പറയാം. ജ്യോതിറാവ് ഫുലെ അറ്റാക്ക്ഡ് ദ ബ്രാഹ്മിൻസ് ബൈ ആർഗ്യൂയിങ് ദാറ്റ് ദ ആര്യൻസ് വെർ ഫോറിനേഴ്സ്. അദ്ദേഹം ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് അവർ ആര്യൻസ് ആണെന്നും അവർ വിദേശത്തു നിന്നും ഇന്ത്യയിൽ വന്നവരാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ദ ലാൻഡ് വെയർ സോ കോൾഡ് ലോ കാസ്റ്റ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് ലോ കാസ്റ്റാണ്. അവർക്കാണ് ലാൻഡിലുള്ള അധികാരം, അല്ലാതെ ബ്രാഹ്മൺസിനല്ല. അപ്പോൾ സമൂഹത്തിൽ ബ്രാഹ്മണന്മാരാണ് മേധാവിത്വം പുലർത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് യാതൊരു റൈറ്റും ഇല്ലെന്നും അവർ വിദേശത്തുനിന്ന് വന്നവരാണെന്നും അവർ ആര്യൻസ് ആണെന്നും അതുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ ലാൻഡിൽ യാതൊരു റൈറ്റും ഇല്ലെന്നും ലാൻഡിലുള്ള അധികാരം മുഴുവൻ ലോവർ കാസ്റ്റിനാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ബ്രാഹ്മൺസിനെ ശരിക്കും നിശ്ചിതമായിട്ട് വിമർശിച്ചിരുന്നു. അതായത് ബ്രാഹ്മൺസ് സബ്ജുഗേറ്റ് ചെയ്തു, അതായത് അതിക്രമിച്ച് കടന്നാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചതെന്ന് ആണ്. He proposed that a law caste should unite and fight the challenges of the caste discrimination. ജ്യോതിറാവ് ഫുലെ അദ്ദേഹം പറയുന്നത് ലോ കാസ്റ്റിലുള്ളവർ യുണൈറ്റ് ആകണം, ഒന്നിക്കണം, ആൻഡ് ഫൈറ്റ് ചെയ്യണം. എതിരായിട്ട് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരായിട്ട് അവരെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അസോസിയേഷൻ രൂപം കൊടുത്തു. ദാറ്റ് അസോസിയേഷൻ ഈസ് നോൺ ആസ് സത്യശോധക് സമാജ്. ഹി ഫൗണ്ടഡ് സത്യശോധക് സമാജ്. ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഈ പോർഷൻസിൽ വരുന്നുണ്ട് നിങ്ങൾക്ക്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സത്യശോധക് സമാജ്? ആരാണ് സത്യശോധക് സമാജത്തിൻ്റെ ഫൗണ്ടർ? ജ്യോതിർ. In 1873, Phule wrote a book named Gulamgiri, The Meaning Slavery. ഫുലെ 1873 ഒരു ബുക്ക് എഴുതി. ആ ബുക്കിൻ്റെ പേരാണ് ഗുലാംഗിരി. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്ലേവറി, അതായത് അടിമത്തം. Some 10 years before this, the American Civil War had been fought, leading to the end of slavery in America. Phule dedicated his book to all those Americans who had fought to free slaves, thus establishing a link between the condition of the lower caste in India and the black slaves in America. ഫുലെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തത് അമേരിക്കയിലെ അടിമത്തത്തിനെതിരായി പോരാടിയ അമേരിക്കക്കാർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകം സമർപ്പിക്കുകയും ചെയ്തു. അതായത് അമേരിക്കയിൽ അടിമത്ത സമ്പ്രദായം ഉണ്ടായിരുന്നു, അതിന് എതിരായിട്ട് അമേരിക്കയിൽ ആഭ്യന്തര കലാപം നടന്നു, സിവിൽ വാർ നടന്നു. അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വുമൺ റൈറ്റ് അബൌട്ട് വുമണിൽ കുറച്ച് സ്ത്രീകളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് പഠിച്ചു. കാസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോമിൽ ആരൊക്കെയാണ്, എന്താണ് കാസ്റ്റ് സിസ്റ്റത്തിലെ ഇനിക്വാളിറ്റി, അതിനുവേണ്ടി പോരാടിയ വ്യക്തികളും അവരുടെ ഐഡിയാസുമാണ് പഠിച്ചത്. അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ജ്യോതിറാവ് ഫുലെയുമാണ് നമ്മൾ എടുത്ത് പഠിച്ചത്. അവരുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പഠിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണം, 4-5 പ്രാവശ്യം അത്
So it is the time to wind up our class.